നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എം വിൻസെന്റ് MLAയുടെ അറസ്റ്റും BJPയുടെ കോഴ വിവാദവും. കോൺഗ്രസിന്റെ കോവളം MLA എം വിൻസെന്റ് സ്ത്രീപീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും അറസ്റ്റിലായിരിക്കുന്നു. വീട്ടമ്മയുടെ പരാതിയിൽ കൊല്ലം പോലീസ് കമ്മീഷണർ അജിത ബീഗവും അന്വേഷണ സംഘവും നടത്തിയ 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. പക്ഷേ ഒരു സ്ത്രീയുടെ പരാതിയിൽ, അതും ആത്മഹത്യാശ്രമം നടത്തി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സ്ത്രീയുടെ പരാതിയിൽ ഒരു രാജി ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ MM ഹസൻ പറയുന്നത്. ശാസ്ത്രീയ തെളിവുകളും കോൺഗ്രസ് MLAയുടെ രാജിക്ക് പര്യാപ്തമായ കാരണമല്ല. 900 വട്ടം നടത്തിയ ഫോൺ വിളികൾ, പരാതിക്കാരിയുടെ സഹോദരനെ പരാതി ഒതുക്കാൻ വിളിച്ചത്, ഇതൊന്നും പോരാ ഒരു കോൺഗ്രസ് MLAയ്ക്ക് രാജിവെക്കാൻ. കോടതിയിലെത്തി തെളിയും വരെ കാക്കാൻ ഖദറിട്ട പുരുഷ നേതൃത്വം തയ്യാറാണ്. പക്ഷേ അതല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ നിലപാട്. വിൻസെന്റിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെ തന്നെ ബിന്ദുകൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും രാജി ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ഉദാര ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായ പാർട്ടി ഇത് സ്ത്രീകൾക്ക് നൽകിയ വിശാലമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മാത്രമേ കാണുന്നു. പാർട്ടിയിലെ മഹിളാ കോൺഗ്രസിന്റെ കൂടി അഭിപ്രായം മാനിച്ച ശേഷമാകും അന്തിമ തീരുമാനമെന്ന് പറഞ്ഞ VD സതീശിനെയും ഹസൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോവളത്ത് കാലിടറിയോ കോൺഗ്രസിന് എന്ന സംശയം വരുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ചയിൽ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. ആത്മഹത്യാ പ്രേരണയ്ക്കും പീഡന ശ്രമത്തിനും അറസ്റ്റായ എം വിൻസെന്റ് MLA രാജിവെക്കേണ്ടേ? 2. ശാസ്ത്രീയ തെളിവുകളും MLA വീട്ടമ്മയെ 900 തവണ വിളിച്ചു എന്നതും കോൺഗ്രസിന് മതിയായ തെളിവല്ലേ? 3. ദിലീപ് വിഷയത്തിൽ മുകേഷിന്റെയും ഗണേഷിന്റെയും രാജി ആവശ്യപ്പെട്ടവർ വിൻസെന്റ് വിഷയത്തിൽ ഉരുണ്ടുകളിക്കുന്നു. 4. രാഷ്ട്രീയ നേതാക്കൾ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന മഹിളാ കോൺഗ്രസ് വാദം കോൺഗ്രസ് നേതൃത്വം തള്ളിയോ? 5. കോൺഗ്രസിനെ നിശബ്ദമാക്കുന്നത് കോവളം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭീതിയും. 6. കോൺഗ്രസിന്റെ നിലപാടിനോട് ഘടകകക്ഷികൾക്ക് പറയാനുള്ളത് എന്താണ്? കോവളത്ത് കോൺഗ്രസിന് കാലിടറിയോ? ആദ്യ ചർച്ചയിലേക്ക് സൂപ്പർ പ്രൈം ടൈം കടക്കുകയാണ്. CPM-ലെ N ഷംസീർ, സാമൂഹ്യ പ്രവർത്തക P ഗീത, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് PS പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ എത്തുകയുള്ളൂ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവരാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൊല്ലം DCC പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുമായ ബിന്ദുകൃഷ്ണയും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും പാർട്ടിയുടെ സമ്മർദ്ദം മൂലം അവർക്ക് പിന്മാറേണ്ടി വന്നു.